എല്ലാവർക്കും നമസ്കാരം. ബി പോസിറ്റീവ്. പരീക്ഷയാണ്, പരീക്ഷാകാലമാണ്, പരീക്ഷ എഴുതിയേ പറ്റൂ. പക്ഷേ ഈ പരീക്ഷ എന്ന് പറഞ്ഞ് നമ്മൾ ഇത്രത്തോളം പരീക്ഷീണരാകുന്നത്, പരവേശപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ ഞാൻ പറയാം, 30 വർഷമായിട്ട് പബ്ലിക് പരീക്ഷയുടെ പേപ്പർ നോക്കുന്ന ഒരു അധ്യാപകനാണ് ഞാൻ. ചോദ്യ പേപ്പറുകൾ തയ്യാറാക്കുകയും അത്തരം വർക്ക്ഷോപ്പുകളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാൻ പറയട്ടെ, ഒരു പ്രശ്നവുമില്ല. പരീക്ഷയെ വളരെ സന്തോഷത്തോടെ സമീപിക്കുക. കാരണം പരീക്ഷയാണോ ലോകത്തെല്ലാം? പരീക്ഷ പാസ്സായവരെല്ലാം മഹാന്മാരായി മാറിയോ? പരീക്ഷയിൽ പരാജയപ്പെട്ടവരൊക്കെ ജീവിതത്തിൽ തകർന്നു പോയോ? ഒന്നുമില്ല. ലോകമിങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. പക്ഷേ നമ്മുടെ വിഷയം അതല്ല. എത്ര വർഷമായി നമ്മൾ ഈ രംഗത്ത് വന്നിട്ട്? സ്കൂളിൽ നമ്മൾ ചെലവഴിച്ച ദിവസങ്ങൾ, സ്കൂളിൽ നമ്മൾ ചെലവാക്കിയ സമയം, സ്കൂളിന് വേണ്ടി നമ്മളെടുത്ത അധ്വാനം, നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി എടുത്ത അനുകൂലമായ കാര്യങ്ങൾ, പുസ്തകങ്ങൾ, നോട്ട് ബുക്കുകൾ, ബോക്സുകൾ എന്നു വേണ്ട, എത്ര വർഷമായി? 10 വർഷം സ്കൂള്, പിന്നെ 11, 12 ഇങ്ങനെ. അതിനു മുൻപ് 2 വർഷം നമ്മൾ അംഗൻവാടിയിൽ അല്ലെങ്കിൽ പ്രീ പ്രൈമറിയിലൊക്കെ പോയി. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരു 10-14 വർഷമായി നമ്മൾ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതിനൊരു നല്ല റിസൾട്ട്, ശോഭനമായ ഭാവിക്ക് പരീക്ഷ എഴുതിയല്ലേ പറ്റുകയുള്ളൂ. ഇപ്പോൾ ഒരു പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ ഒരു ഹോസ്പിറ്റലിൽ വന്നു, പ്രസവിക്കാൻ വന്നപ്പോഴാണ് പറയുന്നത്, നോർമൽ ഡെലിവറി ബുദ്ധിമുട്ടാണ്, സിസേറിയൻ വേണം, ചെയ്തല്ലേ പറ്റൂ. ഹൃദയത്തിന് ബുദ്ധിമുട്ടായിട്ട് ഒരാൾ വന്നപ്പോൾ പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു, നമുക്ക് ആൻജിയോഗ്രാം ചെയ്യാം. ചെയ്തു. ആൻജിയോപ്ലാസ്റ്റി വേണമെന്ന് പറഞ്ഞു. ശോഭനമായ ഭാവിക്ക് അത് കൂടിയല്ലേ പറ്റൂ. അപ്പോൾ പരീക്ഷയെ നമ്മൾ ഇഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളതൊക്കെ മാറ്റി വച്ചിട്ട് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒരു നെസസിറ്റിയാണ്, ഒരു അനിവാര്യതയാണ്. ഇത്രയും കാലത്തെ നമ്മുടെ അധ്വാനത്തിന് ഒരു പൂർണ്ണ ഫലം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്റ്റെപ്പാണ്, ഒരു ചവിട്ടുപടിയാണ് എന്ന് മനസ്സിൽ കാണുക. പരീക്ഷയെ ഐ ലവ് യു മൈ ഡിയർ എക്സാമിനേഷൻ എന്ന് പറയാനുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നിങ്ങളെല്ലാം എത്തിയാൽ തന്നെ നിങ്ങൾ പരീക്ഷയിൽ ഉന്നത വിജയം നേടിക്കഴിഞ്ഞു. ഇനി അടുത്ത കാര്യം, ഒരുപാട് പരീക്ഷകൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓണപ്പരീക്ഷയും ക്രിസ്തുമസ് പരീക്ഷയും 10ാം ക്ലാസ്സുകാരും ഒക്കെ ഇപ്പോൾ മോഡൽ പരീക്ഷയും ഒക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ സ്കൂളിൽ നടത്തിയ പരീക്ഷയും ഒരു പൊതുപരീക്ഷയും എന്ന് പറയുമ്പോൾ SSLC, ഹയർ സെക്കൻഡറി പോലെയുള്ള പൊതുപരീക്ഷയും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്താണ്? അടിസ്ഥാന വ്യത്യാസം എന്താണ്? സ്കൂളിൽ നടത്തിയ പരീക്ഷകൾ നമുക്ക് അപ്പോഴപ്പോൾ തന്നെ, അല്ലെങ്കിൽ 2-3 ആഴ്ചകൾക്കുള്ളിൽ തന്നെ നമുക്ക് ആ പേപ്പർ കിട്ടുകയും ടീച്ചർമാർ നമ്മളെ അടുത്ത് വിളിച്ചു വരുത്തി ആവശ്യമായ നിർദ്ദേശങ്ങൾ തരികയും നമുക്ക് വീണ്ടും വീണ്ടും നമ്മുടെ അവസരത്തെ മെച്ചപ്പെടുത്താനും അവിടെ സാധിക്കുമായിരുന്നു. പക്ഷെ ഒരു പൊതുപരീക്ഷ എന്ന് പറഞ്ഞാൽ ആ ഘട്ടത്തിൻ്റെ ഫൈനലാണ്. SSLC എന്ന് പറയുന്നത് 10ാം തരം വരെ പഠിച്ചതിൻ്റെ ഒരു ഫൈനൽ എക്സാമിനേഷനാണ്. ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത് 12ാം തരം വരെ പഠിച്ചതിൻ്റെ ഒരു ഫൈനൽ എക്സാമിനേഷനാണ്. അതിന് നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. പിന്നെ അവിടെ ഒരു തിരുത്തലും നമുക്ക് സാധ്യമല്ലല്ലോ. അപ്പോൾ ഫൈനലായി നമ്മുടെ ഇതുവരെയുള്ള അധ്വാനത്തിൻ്റെ അടയാളം ചേർത്ത് വെച്ചുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നു. ആ സർട്ടിഫിക്കറ്റിൽ ചേർക്കപ്പെടുന്ന അടയാളങ്ങൾ, ഗ്രേഡുകൾ നിങ്ങൾക്ക് സമൂഹത്തിൽ വലിയ സ്ഥാനമാണ് തരുന്നത്. A+ മുതൽ E വരെ കിടക്കുന്ന ആ ഗ്രേഡാണോ ജീവിതം? A+ നേടുക എന്നതാണോ ജീവിത ലക്ഷ്യം? അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ഏതായാലും നമ്മൾ ശോഭനമായ ഒരു ഭാവി ആഗ്രഹിച്ചുകൊണ്ടല്ലേ വിദ്യാഭ്യാസം തുടങ്ങിയത്. അപ്പോൾ ഓരോ ഘട്ടത്തിലും അതിന് ലഭിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഏറ്റവും മികച്ചത് തന്നെ ആയിക്കോട്ടെ. നിങ്ങൾ ഇന്ന് തന്നെ ഇപ്പോൾ അടുക്കളയിൽ ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ അടുക്കളയിലിരിക്കുന്ന ഒരു അലുമിനിയ പാത്രം എടുത്ത് നോക്കുമ്പോൾ എല്ലാ പാത്രത്തിനും ഉണ്ടാവണമെന്നില്ല. ചില അലുമിനിയ പാത്രത്തിൻ്റെ, അല്ലെങ്കിൽ നിങ്ങളുടെ മുറ്റത്തൊക്കെ കാണുന്ന PVC പൈപ്പ്, അതിലൊക്കെ നിങ്ങൾ നോക്കുക, ISI എന്നൊരു മുദ്ര കാണാം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തിരിക്കുന്ന ഒരു മുദ്രയാണ്. ഇത് നിലവാരമുള്ള ഒരു വസ്തുവാണ്, ഇത് വിശ്വസിക്കാവുന്ന ഒരു വസ്തുവാണ്, ഇത് ശേഷിയുള്ള ഒരു വസ്തുവാണ് എന്നൊക്കെയാണ് ഈ ISI മാർക്കിൻ്റെ ആ അടയാളപ്പെടുത്തൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾക്ക് ലഭിക്കുന്ന 9 ഗ്രേഡുകൾ, ഓരോ ഗ്രേഡും നിങ്ങൾക്ക് കൃത്യമായ നിങ്ങളുടെ കഴിവിൻ്റെ, നിങ്ങളുടെ മിടുക്കിൻ്റെ, നിങ്ങളുടെ സാമർഥ്യത്തിൻ്റെ, നിങ്ങൾ ഇതുവരെ ആർജിച്ച ശേഷികളുടെ, സ്കില്ലുകളുടെ കൃത്യമായ രേഖപ്പെടുത്തലാണ്. അപ്പോൾ ഏറ്റവും മികച്ചത് തന്നെ നമുക്ക് നേടിക്കൂടെ വളരെ നിസ്സാരമായ മാർഗങ്ങളിലൂടെ? A+ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? A+ എന്ന് പറഞ്ഞാൽ
ഔട്ട്സ്റ്റാൻഡിങ് എന്നാണ് അർത്ഥം. വേറിട്ട് നിൽക്കുന്നത്, അതിശ്രേഷ്ഠതരമായിട്ടുള്ളത് എന്നാണ്. അപ്പോൾ നിങ്ങളുടെ ഫിസിക്സിന് നേർക്ക് A+ കിടന്നാൽ, ഹിന്ദിക്ക് നേർക്ക് A+ കിടന്നാൽ, മലയാളത്തിന് നേർക്ക് A+ കിടന്നാൽ, എല്ലാ വിഷയങ്ങൾക്ക് നേരെയും A+ എന്ന ഗ്രേഡ് വന്നാൽ നിങ്ങൾ ആ വിഷയത്തിൽ അതിശ്രേഷ്ഠനാണ്, ഔട്ട്സ്റ്റാൻഡിങ് പേഴ്സണാലിറ്റിയാണ് എന്ന അടയാളപ്പെടുത്തലാണ് അവിടെ നടക്കുന്നത്. തൊട്ട് താഴെ ഉണ്ട് എ. എന്താണ്? എക്സലൻസ്, വളരെ മെച്ചപ്പെട്ടത്, വളരെ സാമർഥ്യമുള്ളത്, വളരെ മികച്ചത് എന്ന് എ. തൊട്ട് താഴെ B+, വെരി ഗുഡ്, അർത്ഥം നിങ്ങൾക്കറിയാം. തൊട്ട് താഴെ ബി, ഗുഡ്. അതിൻ്റെ താഴെ C+, എബോവ് ആവറേജ് എന്ന് പറഞ്ഞാൽ വിജയത്തിന് ആവശ്യമായതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു കുട്ടി എന്നാണ് C+ൻ്റെ അർത്ഥം. സി വരുമ്പോഴോ ആവറേജ്, ആവശ്യമായ രീതിയിലൊക്കെ കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ശരാശരി നിലവാരമാണ് സി നമ്മളോട് പറയുന്നത്. അപ്പോൾ D+ എന്ന് പറഞ്ഞാൽ എന്താണ്? മാർജിനൽ എന്നാണ് അർത്ഥം. നമ്മൾ പരീക്ഷയ്ക്കൊക്കെ മാർജിൻ വരയ്ക്കും, വരമ്പ്, അതിര് എന്നൊക്കെയാണ്. അപ്പം D+ എന്ന് പറഞ്ഞാൽ എന്താണ്? ജയിക്കാൻ ആവശ്യമുള്ളത് കൃത്യമായിട്ട് നേടി നമ്മളങ്ങ് ജയിച്ചു എന്നാണ്. താഴോട്ടുള്ള ഗ്രേഡ് പറയണോ? ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ജയിച്ചില്ലെന്നാണ്. ഡി എന്ന ഗ്രേഡിൻ്റെ അർത്ഥം നീഡ് ഇംപ്രൂവ്മെൻ്റ് എന്നാണ്. മാറ്റം ആവശ്യമുണ്ട്, കുറച്ചുകൂടി മെച്ചപ്പെടുത്താനുണ്ട്, എങ്കിൽ മാത്രമേ ലക്ഷ്യത്തിലേക്ക് എത്തൂ എന്നാണ്. ഇ എന്ന് പറഞ്ഞാൽ പൂവർ എന്നാണ്. വളരെ ദയനീയം, പ്രകടനം പോരാ, ഒരുപാട് മെച്ചപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ എൻ്റെ പൊന്നു മക്കളെ, അതിശ്രേഷ്ഠതരം, ശ്രേഷ്ഠതരം, വളരെ മികച്ചത്, ശരാശരിക്ക് മുകളിൽ, ശരാശരി, ഇതൊക്കെ ഇങ്ങനെ അടയാളപ്പെടുത്തുന്ന ഈ ഗ്രേഡുകൾ കിട്ടുമ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്ന, വേറിട്ട് നിൽക്കുന്നത് എന്ന് പറയുന്ന, അതിശ്രേഷ്ഠതരം എന്ന് തന്നെ പറയുന്ന A+ ഗ്രേഡ് വാങ്ങാൻ പരീക്ഷയെ ഒന്ന് പ്രേമിച്ചാൽ മാത്രം മതി, പരീക്ഷയെ ഒന്ന് ലാളിച്ചാൽ മാത്രം മതി, പരീക്ഷയെ ഒന്ന് പ്രണയിച്ചാൽ മാത്രം മതി, പരീക്ഷയെ ഒന്ന് ആദരിച്ചാൽ മാത്രം മതി. അങ്ങനെ ഈസി എക്സാമായി വളരെ എളുപ്പത്തിൽ പരീക്ഷ എഴുതാൻ നമുക്ക് 20 മാർഗങ്ങളുണ്ട്. എളുപ്പത്തിൽ പരീക്ഷ എഴുതാനുള്ള പരിശീലനമായി 20 മാർഗങ്ങൾ, 20 ടിപ്സ് ഫോർ ഈസി എക്സാം ഇതാ വരും. ഏറ്റവും മികച്ച ഗ്രേഡുകളൊക്കെ മികച്ചതാണെന്ന് നമുക്ക് വിശ്വസിക്കാം, ആശ്വസിക്കാമെങ്കിലും ഏറ്റവും നല്ലത് നേടാൻ കഴിയുമെങ്കിൽ പിന്നെ അത് തന്നെ നേടിയാൽ എന്താ പ്രശ്നം? A+ ഔട്ട്സ്റ്റാൻഡിങ് ഗ്രേഡിലേക്ക് നമുക്ക് പോകാം. 20 എളുപ്പമാർഗങ്ങൾ. അതിലാദ്യത്തെ 10 പൊതുവായ കാര്യങ്ങളാണ്. 1, പഠിക്കാനുള്ളതിനോട്, പരീക്ഷയ്ക്ക് ആവശ്യമുള്ളതിനോട്, ജീവിത വിജയത്തിന് ആവശ്യമുള്ളതിനോട് ഭക്തി ഉണ്ടാവുക. ഭക്തി എന്ന വാക്കിൻ്റെ അർത്ഥം ചേർന്നിരിക്കുന്നത് എന്നാണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ളതിനോട്, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ആവശ്യമുള്ളതിനോടൊക്കെ നിങ്ങളെപ്പോഴും ചേർന്നിരിക്കുക. ഇത് എൻ്റേതാണ്, എനിക്കുള്ളതാണ്, എനിക്ക് വേണ്ടിയാണ് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. മറ്റാരെയും ബോധിപ്പിക്കാനല്ല, മറ്റാരെയും വിശ്വസിപ്പിക്കാനല്ല. എൻ്റെ ജീവിതം, മേരി സിന്ദഗി അപ്പനി സിന്ദഗി ഹേ, എൻ്റെ ജീവിതം എൻ്റേതാണ് എന്ന് വിശ്വസിച്ച് ആ പാഠ്യവസ്തുവിനെ, പഠിക്കാനുള്ള വിഷയങ്ങളെ ഹൃദയത്തോട് ചേർക്കുക എന്നതാണ് നമ്പർ 1. പരീക്ഷയോട് ഭക്തി ഉണ്ടാവുക. രണ്ടാമത്തേത്, പഠന സ്ഥലം, പഠന സമയം, അതിന് കൃത്യത ഉണ്ടാവണം. പകൽ സമയങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തേക്കൊക്കെ മാറിയിരുന്ന് പഠിക്കാം. പക്ഷേ രാത്രി സമയങ്ങളിൽ നിങ്ങളുടെ വീട്, കുടിലോ കൊട്ടാരമോ, എത്ര പരിമിതമായ സൗകര്യങ്ങളോ ഒരുപാട് വിശാലമായ സംവിധാനങ്ങളോ ഒക്കെ ഉള്ള ഇടങ്ങളായിക്കോട്ടെ, എന്താണെങ്കിലും ശരി, രാത്രി സമയങ്ങളിൽ പുലർച്ചെയുമൊക്കെ ഇരുന്ന് പഠിക്കാൻ വീട്ടിൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു ഇടമുണ്ടാവണം. പഠന സമയം നിങ്ങളാണ് തീരുമാനിക്കുന്നത്. എത്ര സമയം വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. പക്ഷേ ഏറ്റവും കുറഞ്ഞൊരു വിദ്യാർത്ഥി ഒരു പരീക്ഷാകാലം അടുക്കുമ്പോഴെങ്കിലും രാത്രിയും പകലുമൊക്കെയായി ഒരു 6-7 മണിക്കൂറെങ്കിലും പരീക്ഷയ്ക്കായി അധ്വാനിക്കണം. അതിനും ഒരു കൃത്യത ഉണ്ടാവണം. ഞാൻ സാധാരണ എൻ്റെ സ്കൂളിലെ കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, വൈകുന്നേരം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് 7 മണിക്ക് പഠിക്കാനിരിക്കുക, 8:10 ഒന്ന് എഴുന്നേൽക്കുക, 8:20 വീണ്ടും ഇരിക്കുക, 9 മണിക്ക് ചോറുണ്ണുക, 9 മുതൽ 9:30 വരെ വീട്ടുകാരോടൊക്കെ കുടുംബ വർത്തമാനങ്ങൾ പറയുക, 9:30 മുതൽ 10:30 വരെ പഠിക്കുക, 10:30 മുതൽ 11 വരെ എല്ലാ കാര്യങ്ങളും ആകെ ഒന്നുകൂടി പരിശോധിച്ചതിന് ശേഷം 11 മണിക്ക് ബെഡിലേക്ക് ചെല്ലുക. പുലർച്ചെ
4:30 മണിക്ക് ഉണരണം. ഉണർന്നാൽ മതി 4:45 എഴുന്നേൽക്കണം. 15 മിനിറ്റ് ആ ഉറക്കത്തിൻ്റെ ആ ഒരു മയക്കമൊന്ന് മാറാൻ വേണ്ടി ബെഡിലൊന്ന് വിശ്രമിക്കും. 4:45 നമ്മൾ എഴുന്നേൽക്കും, ബാത്റൂമിൽ പോകണം, ബ്രഷ് ചെയ്യണം. 5 മണിക്ക് നിങ്ങൾ പഠിക്കാനിരുന്നാൽ ഒരു 6:30 വരെ ഒന്നിച്ചൊരിരിപ്പ്. 6:30 ഒന്ന് എഴുന്നേറ്റ് ഒന്നുകൂടിയൊക്കെ ഒന്ന് ഫ്രഷായി പൂമുഖത്ത് കിടക്കുന്ന പത്രമൊക്കെ ഒന്ന് നിവർത്ത് നോക്കി വീണ്ടും ഒരു 7:30 7:45 വരെ ഇരുന്ന് പഠിക്കുക. പഠിക്കുക എന്താ എന്ന് ഞാൻ തുടർന്ന് പറയാം. അപ്പോൾ 2 കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞത്. പരീക്ഷയോട് ഹൃദയത്തെയും മനസ്സിനെയും പരിപൂർണമായി ചേർത്ത് വെക്കുക. പരീക്ഷയോടുള്ള ഭക്തി എന്നാണ് അതിനെ പറയുന്നത്. രണ്ടാമത്, പഠിക്കാൻ കൃത്യതയുള്ള ഒരു സ്ഥലവും പഠിക്കാൻ കൃത്യതയാർന്ന ഒരു ടൈം ടേബിളും നിർബന്ധമായും നിങ്ങൾക്കുണ്ടാവണം. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സ്ഥലത്ത് കണ്ണാടിയില്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. മൊബൈൽ ഫോൺ, TV, കണ്ണാടി, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇതൊക്കെ നമ്മുടെ പഠന ആ ഏരിയയിൽ നിന്നും അല്പം മാറിയിരിക്കട്ടെ, കയ്യെത്തും ദൂരത്തിനപ്പുറത്തിരിക്കട്ടെ, കാണാമറയത്തിരിക്കട്ടെ. അയ്യോ സാറേ, കണ്ണാടി പഠനമുറിയിലിരുന്നാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പവും ഉണ്ടായിട്ടല്ല. പക്ഷേ നമ്മൾ 10ാം ക്ലാസ്സിലും 11ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന ആൺപിള്ളേർ സ്വാഭാവികമായും പഠിക്കുന്നതിനിടയ്ക്കും ഒന്നൊക്കെ നോക്കിയിട്ട് പതൊക്കെ നോക്കിയിട്ടൊന്ന് നോക്കും, ഇതൊക്കെ ഒന്ന് ശരിയായോ. പെൺപിള്ളേരാണെങ്കിലും ഈ കമ്മൽ ഓക്കെ ആണോ, ഈ കമ്മൽ ഓക്കെ ആണോ, ഒന്ന് ആശ്വസിക്കുന്നതിനൊന്ന് റിലാക്സ് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇത് ഒരുപാട് സമയത്തേക്കാവുമ്പോൾ പരീക്ഷാക്കാലം അടുത്തിരിക്കുന്നത് കൊണ്ട്, ഫെബ്രുവരി പകുതി ആവുകയല്ലേ, പരീക്ഷാക്കാലം അടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്കങ്ങനെ കളയാൻ സമയമില്ല. അപ്പോൾ കണ്ണാടി, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മൊബൈൽ ഫോൺ, TV-യുടെ ശബ്ദവും TV-യുടെ കാഴ്ചയും നമ്മുടെ കാണാമറയത്തായിരിക്കണം, നമ്മുടെ ചെവിക്കപ്പുറത്തേക്കായിരിക്കണം. അത് വീട്ടുകാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നീട് കട്ടിലേലിരുന്ന് പഠിക്കാതിരിക്കുക, കിടക്കയിലിരുന്ന് പഠിക്കാതിരിക്കുക, തലേണയിലിരുന്ന് പഠിക്കാതിരിക്കുക. അതൊക്കെ വിശ്രമത്തിലേക്കുള്ള, നിദ്രയിലേക്കുള്ള നമ്മുടെ ഒരു ടെൻഡൻസിയാണ് വർദ്ധിപ്പിക്കുക. നല്ല ജാഗ്രതയോടെ 10 വിരലുകളും നിലത്ത് ചവിട്ടിയിരിക്കാവുന്നത് പോലെ ഇരുന്ന് നല്ല നട്ടെല്ല് നിവർത്തിയിരുന്ന് പഠിക്കുക. 4, ഉറക്കം പഠിച്ചതിനോടൊപ്പം മാത്രം. എന്ന് പറഞ്ഞാൽ എന്താണ്? 11 മണിക്ക് കിടക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ മൊബൈലും TV-യും ഒന്നും കാണാൻ പോകരുത്. നിങ്ങളുടെ ബ്രെയിനിലേക്ക്, നിങ്ങളുടെ തലച്ചോറിലേക്ക് നിങ്ങൾ എന്താണോ ആവേശിപ്പിച്ചത്, നിങ്ങൾ എന്താണോ ചേർത്ത് വെച്ചത്, അതവിടെ നിൽക്കണം. അതിൻ്റെ മുകളിലേക്ക് കൊലപാതക ദൃശ്യങ്ങൾ, അതിൻ്റെ മുകളിലേക്ക് അതിഭീകരങ്ങളായ രംഗങ്ങൾ, ഇതൊന്നും പിന്നെ കയറാൻ പാടില്ല. ഇപ്പോൾ പലപ്പോഴും TV-യിൽ ഈ പാതിരാത്രിയോട് അടുത്ത സമയത്താണല്ലോ എങ്ങനെ കൊലപാതകങ്ങൾ നടത്താം, എങ്ങനെ കൊലപാതകങ്ങൾ നടത്തി മനുഷ്യരെ എങ്ങനെയൊക്കെ ആൾക്കാർ ഉപദ്രവിച്ചു, ഇത്തരം പരിപാടികൾ പാതിരാവിനോട് അടുത്ത നേരമാണ് ഇപ്പോൾ സംപ്രേഷണം ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും പിന്നീട് നിങ്ങളുടെ തലയിൽ കയറാൻ പാടില്ല. 11 മണിക്ക് നിങ്ങളെല്ലാം പഠിച്ചു അന്നത്തെ കാര്യങ്ങളൊക്കെ ഇന്ന് എടുത്തു വെച്ച് കിടക്കാൻ പോകുമ്പോൾ ആ പാഠ്യവസ്തുവിൻ്റെ തരംഗങ്ങളാവണം നിങ്ങളുടെ തലയിൽ ഉണ്ടാവേണ്ടത്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് യാതൊരു പ്രയോജനവുമില്ലാത്ത ചിത്രങ്ങൾ, ശബ്ദങ്ങൾ അവ കയറാതിരിക്കാൻ മനഃപൂർവ്വം, ബോധപൂർവം നിങ്ങൾ ശ്രദ്ധിക്കണം. രക്ഷിതാക്കൾക്കും അതിൽ വലിയ പങ്കുണ്ട്. അടുത്ത പോയിൻ്റ് എന്താണ്? മനസ്സെപ്പോഴും ശാന്തമായിരിക്കണം. മനസ്സ് ശാന്തമാക്കി വെക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് പ്രാർത്ഥന. പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന വികാര വിക്ഷോഭങ്ങളെ, നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന വെമ്പലുകളെ, നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന പരാതികളെ, നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആശങ്കകളെ, ഭയത്തെയൊക്കെ ആരുടെയോ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുകയാണ്. നമ്മുടെ ഭാരം നമ്മളൊന്ന് ഇറക്കി വെക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ വെയ്റ്റ്ലെസ് ഉള്ളവരാവും. നമുക്ക് നമ്മുടെ വെയിറ്റ് കുറയും, നമ്മുടെ ആവശ്യമില്ലാത്ത ഭാരങ്ങൾ, കനം നമ്മുടെ ഉള്ളിൽ നിന്ന് കുറയും. അങ്ങനെ ഒരു നല്ല മൂഡിലേക്ക് നമുക്ക് മനസ്സിനെയും തലച്ചോറിനെയും ശരീരത്തിനെയും ഒക്കെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. പിന്നെന്താണ്? വെറുതെ വാശി പിടിക്കുക, വഴക്കുണ്ടാക്കുക, വീടിൻ്റെ അന്തരീക്ഷമാകെ അളിവിളിയാക്കുക, ഒച്ച ബഹളം, പാത്രമെടുത്തേറ്, എനിക്ക് വേണ്ട അത്താഴം, ഈ സൈസ് സാധനങ്ങളൊന്നും ഇപ്പോൾ ഇത്രയും അടുത്ത് പരീക്ഷ വന്നിരിക്കുന്ന സമയത്ത് ഉണ്ടാവരുത്. അങ്ങനെ തിങ്കളാഴ്ച രാത്രിയിൽ ഉണ്ടായാൽ ചൊവ്വാഴ്ച പകലും രാത്രിയും ബുധനാഴ്ച പകലും രാത്രിയും ഒക്കെ വരെയെങ്കിലും അതിൻ്റെ അനുരണനങ്ങൾ, അതിൻ്റെ വേവ്സ്, അതിൻ്റെ തരംഗങ്ങൾ നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും നമ്മുടെ അന്തരീക്ഷത്തിനെയും എല്ലാം അലോസരപ്പെടുത്തിക്കൊണ്ടേ, ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും. അതിനൊന്നും പോകാതെ ബി ഫ്രീ, മാനസികമായി, ബുദ്ധിപരമായി, സ്വഭാവത്തിലുമൊക്കെ വളരെ ശാന്തത വരുത്തിക്കൊണ്ട് സന്തോഷമായിട്ട് ഈ ദിവസങ്ങളിൽ കഴിയുക. അടുത്തതെന്താണ്? ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രതയാണ്. വെള്ളം നല്ലപോലെ കുടിക്കണം,
പൊടിയും മറ്റും ഉള്ളിൽ ഒരുപാട് ചെല്ലാതെ ശ്രദ്ധിക്കണം. ഈ ആയാസം ഏറെയുള്ള കളികളും മറ്റുമൊക്കെ ഈ ദിവസങ്ങളിലൊന്ന് മാറ്റിവെക്കുന്നതാണ് നല്ലത്. മഞ്ഞ് വെയിലൊക്കെ അമിതമായി കൊള്ളാതിരിക്കാൻ നോക്കണം. കാരണം നമുക്ക് ഒട്ടും സമയം കളയാനില്ലാത്ത ഈ സമയത്ത് രോഗങ്ങളും മറ്റ് പീഡകളും ഒക്കെ വരുന്നത് ഒരുപാട് ക്ലേശങ്ങൾ നമുക്കുണ്ടാകും. അപ്പോൾ നമ്മൾ ആരോഗ്യ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം എനിക്കറിയാം, ഫിസിക്സ് പരീക്ഷയുടെ തലേ ദിവസം രാത്രി ഉറക്കളയ്ക്കാൻ പോയ ഒരു പയ്യന് അതിനെ തുടർന്നുണ്ടായ ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട്. പലരുടെ അനുഭവങ്ങൾ, 10-33 വർഷം കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച ഒരാളല്ലേ, ഒരുപാട് നേരാനുഭവങ്ങൾ എനിക്കുണ്ട്. അപ്പോൾ ആരോഗ്യ കാര്യങ്ങൾ വളരെ നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്ത കാര്യം വളരെ പ്രധാനപ്പെട്ടത്, ഫെബ്രുവരി മാർച്ച് മാസങ്ങളൊക്കെയാണ് പെരുന്നാളുകളുടെയും ഉത്സവങ്ങളുടെയും ഒക്കെ സമയം. ഒഴിവാക്കണം. എന്നോട് ഒരു പിണക്കും തോന്നേണ്ട, ഒഴിവാക്കണം. പെരുന്നാളായിക്കോട്ടെ, അമ്പല ഉത്സവമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ഈ പരീക്ഷാഘട്ടങ്ങളിൽ നിങ്ങൾ രാത്രി യാത്രകൾ, പരീക്ഷ എഴുതേണ്ടവർ രാത്രി യാത്രകൾ, ആഘോഷങ്ങൾ ഒഴിവാക്കുക. അങ്ങനെ ഒഴിവാക്കിയാൽ ഒരിക്കൽ ഈ ആഘോഷങ്ങളൊക്കെ സ്പോൺസർ ചെയ്യാൻ കഴിയുന്ന ഉന്നത വ്യക്തികളായി നിങ്ങൾക്ക് തന്നെ മാറാൻ കഴിയും. ഈ ഒരു സീസണെങ്കിലും, ഈ 10ാം ക്ലാസ് ഹയർ സെക്കൻഡറി സീസണെങ്കിലും നമുക്ക് രാത്രി കാലത്തെ അത്തരം ഉറക്കളപ്പുകളും അത്തരം ആഘോഷ ബഹളങ്ങളിൽ നിന്നൊക്കെ മനസ്സിനെ ഒന്ന് മാറ്റി നിർത്താം. പിന്നീടെന്താണ്, കുറുക്കു വഴികൾ ചിന്തിക്കരുത്. ഞാൻ അങ്ങനെ ചെയ്തങ്ങ് മാർക്ക് മേടിച്ചേക്കാം, ഞാൻ 2ാം ലോക മഹായുദ്ധം കൈവെള്ളയെ കൊണ്ടുപോയിക്കോളാം, ഞാൻ 1ാം ലോക മഹായുദ്ധത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ചെരിപ്പയിൽ എഴുതി ഇട്ടോളാം. ഈ സൈസ് മണ്ടത്തരം ഒന്നും ആലോചിക്കരുത്. കേരള സിലബസിൻ്റെ ഒരു കാര്യം കൂടെ വെച്ച് ഞാൻ പറയാം. ഇപ്പോൾ എല്ലാ ഉത്തരങ്ങളും നിങ്ങൾ എഴുതുകയല്ല, നിങ്ങൾ കൺസ്ട്രക്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾ ഉത്തരങ്ങൾ നിർമ്മിക്കുകയാണ്. നിങ്ങൾ സ്വാഭാവികമായി അല്ലാതെ കൃത്രിമമായി ഏതെങ്കിലും ഒരു ഉത്തരം നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, മലയാളം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കോപ്പി അടിച്ചിട്ടുണ്ടെങ്കിൽ, അത് പേപ്പർ നോക്കുന്ന ഒരാൾക്ക് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അത്തരം മാൽ പ്രാക്ടീസുകൾക്കൊന്നും പോവാതിരിക്കുക. നേരെ വാ, നേരെ പോ, അത്തരം വളഞ്ഞ വഴികൾ ചിന്തിക്കാതെ എനിക്ക് സത്യസന്ധമായ മാർഗത്തിലൂടെ പരമാവധി ഏറ്റവും നല്ല ഗ്രേഡ് തന്നെ വാങ്ങണമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ നിങ്ങൾ എത്തിച്ചേരുക. പഠന രീതി സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുക. ചിലർ ഉറക്ക വായിക്കുന്നവരാണ്, ചിലർ മൗന വായന നടത്തുന്നവരാണ്, ചിലർ ഫിസിക്സും കെമിസ്ട്രിയും പോലും നാടകീയമായ രീതിയിൽ വായിക്കുന്നവരാണ്, ചിലർ കവിതയായി തന്നെ ഉറക്കപ്പാടി പഠിക്കുന്നവരാണ്. അത് നിങ്ങളുടെ ഓപ്ഷനാണ്. അതിൽ അച്ഛനും അമ്മയും ഒന്നും ഒരു വഴക്കും പറയണ്ടെന്ന് പറയണം. നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കുക. അടുത്തതെന്താണ്, 10ാമത്തെ പോയിൻ്റ്, ഇനിയെങ്കിലും പരക്കം പാച്ചിൽ അവസാനിപ്പിക്കണം. എന്താണ് പരക്കം പാച്ചിൽ? ആ സ്കൂളിൽ കൊടുത്ത നോട്ടുകൂടെ എനിക്ക് വേണം, ഈ സ്കൂളിൽ പറഞ്ഞ നോട്ടുകൂടെ എനിക്ക് വേണം, ട്യൂഷൻ ചേച്ചി വേറെ ഏതാണ്ടെല്ലാം കൂടെ തരാമെന്ന് പറഞ്ഞാൽ അതെനിക്ക് വേണം, അവിടെ ഒരു ഗൈഡ് ഇറങ്ങിയിട്ടുണ്ട്, ഇവിടെ ഒരു ഗൈഡ് ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, ആ പണിയൊക്കെ നിർത്തുക. തങ്ങളുടെ കടമ കൃത്യമായി നിർവഹിക്കുന്ന അധ്യാപകരാണ് നിങ്ങളുടെ വിദ്യാലയങ്ങളിലുള്ളതെങ്കിൽ അങ്ങനെയാണ് എല്ലാ അധ്യാപകരും. ആ അധ്യാപകർ ഒരു പൊതു പരീക്ഷ എഴുതുന്നതിന് നിങ്ങൾക്ക് ആവശ്യമായുള്ളതെല്ലാം നോട്ടായും മറ്റു തരത്തിലുമൊക്കെ തന്നിട്ടുണ്ട്. ഇനി വാട്സാപ്പ് നോട്ടുകളുടെ പുറകെ പോകാതിരിക്കുക. അടുത്ത സ്കൂളിലെ വിഷയങ്ങൾ കൂടി എൻ്റെ നോട്ട്ബുക്കിലേക്ക് പകർത്തണമെന്ന് വിചാരിക്കാതിരിക്കുക. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ആ പാഠ്യവസ്തു അതിൽ നിങ്ങൾ കുറേയൊക്കെ നമുക്കല്ലാതെയും അന്വേഷിക്കാം. പക്ഷേ ഈ പരക്കം പാച്ചിൽ, ആ ഗൈഡ് ഈ ഗൈഡ്, ആനോട് ഈനോട്, അവസാനം എല്ലാം കൂടി വന്നാൽ ആൾ കൂടിയ പാമ്പ് ചാകുകയില്ല എന്ന് പറഞ്ഞ പോലെ എല്ലാം കൂടെ കയറി കുഴപ്പത്തിലാകും. അതുകൊണ്ട് ഈസി എക്സാം എന്ന ഈ വിഷയത്തിൽ ഏറ്റവും മികച്ച ഗ്രേഡ് നേടാനുള്ള ആദ്യത്തെ 10 മാർഗം ഞാൻ ഒന്നുകൂടി പോയിൻ്റ് മാത്രമായി പറയുന്നു. പരീക്ഷയോട് ഭക്തി ഉണ്ടാവണം, പഠന സ്ഥലവും പഠന സമയവും കൃത്യമായിരിക്കണം, കണ്ണാടി, മൊബൈൽ ഫോൺ, TV പോലെയുള്ളവ നമ്മളുടെ പഠനാന്തരീക്ഷത്തിൽ കടന്നു വരാൻ പാടില്ല. ഉറക്കം പഠിച്ചതിനെ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് മനസ്സ് പ്രാർത്ഥന അടക്കമുള്ള കാര്യങ്ങളിലൂടെ സദാ ശാന്തമാക്കി വെക്കണം. വഴക്കും വാശിയും കുടുംബാന്തരീക്ഷത്തിൽ വേണ്ട. പിന്നെ ആരോഗ്യ കാര്യങ്ങളിൽ നിതാന്ത ജാഗ്രത ഉണ്ടാവണം. രാത്രി യാത്രകൾ, ആഘോഷങ്ങൾ പാടേ തൽക്കാലം ഒഴിവാക്കുക. കോപ്പിയടികൾ പോലെയുള്ള കുറുക്കു വഴികളെക്കുറിച്ച് സ്വപ്നത്തിൽ പോലും വിചാരിക്കാതിരിക്കുക. പഠന രീതി സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുക. ഒരുപാട് ഇനിയും വാരി വലിച്ച് തൻ്റെ ഉള്ളിലേക്ക് ചേർക്കാനുള്ള ആ അലച്ചിൽ, ആ പരക്കം പായൽ അവസാനിപ്പിച്ചിട്ട് ലഭ്യമായ വേദിയിൽ ഉറച്ച് വിശ്വസിച്ച് അതിനെ നന്നായി സ്വന്തമാക്കുക. അടുത്തത് പരീക്ഷാ ദിവസങ്ങളിലെ പരീക്ഷാ പേപ്പറിലെ A+ ഉറപ്പിക്കാനുള്ള 10 മാർഗങ്ങൾ. ഇനി പരീക്ഷാ ദിവസം പരീക്ഷാ പേപ്പർ പരീക്ഷ എഴുതാൻ പോകുന്നു. ഒന്നാമത്തെ കാര്യം,
ഓരോ ഉത്തരത്തിൻ്റെയും വാല്യൂ പോയിൻറ്റ്സ് നിങ്ങൾ അറിഞ്ഞോ? ഒരു ഡയറിക്ക് മാർക്കിടുന്നത് എങ്ങനെയാണ്? ഒരു പോസ്റ്ററിന് മാർക്കിടുന്നത് എങ്ങനെയാണ്? അറിഞ്ഞില്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ആ വിഷയം പഠിപ്പിക്കുന്ന അധ്യാപകൻ്റെ അടുക്കൽ 4-5 പേര് ചേർന്ന് വട്ടം ചേർന്നിരുന്ന്, അല്ലെങ്കിൽ ക്ലാസ് മൊത്തം ഇരുന്ന് കൃത്യമായും നിങ്ങളുടെ ഓരോ ഉത്തരത്തിനും മാർക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നോക്കൂ, ഒരു ഡയറിക്ക് നിങ്ങൾക്ക് ആകെ 4 മാർക്കാണെങ്കിൽ ആ ഡയറിക്ക് കൃത്യമായ ഒരു ബോക്സ് ഉണ്ടാവണം. ആ ബോക്സിൻ്റെ ശീർഷക ഭാഗമായി വർഷം, മാസം, ദിവസത്തിൻ്റെ പേര് 2026 ജനുവരി 16 ബുധൻ, ഇത്തരത്തിലൊരു ടൈറ്റിലിങ് അതിനുണ്ടാവണം. ഇന്ന് എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്തൊരു ദിവസമാണ് എന്നൊരു തുടക്കമുണ്ടാവണം. പിന്നെ ചോദ്യമനുസരിച്ചുള്ള വിശദീകരണം ഉണ്ടാവണം. ഏറ്റവും ഒടുവിൽ ഈ ഒരു ദിവസം ഇങ്ങനെ കഴിഞ്ഞു, ഉറക്കം വരുന്നു, ശുഭരാത്രി എന്ന് ഒരു സ്വയം ശുഭരാത്രിയും പറഞ്ഞ് നിങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ അതിൻ്റെ കെട്ടിനും മട്ടിനും, അതിൻ്റെ തുടക്കത്തിന്, അതിൻ്റെ ഭാഷയ്ക്ക്, വിഷയത്തിൻ്റെ കൃത്യതയ്ക്ക്, അതിൻ്റെ കൺക്ലൂഷന് ഇങ്ങനെ 4 മാർക്ക് തിരിച്ച് തന്നെയാണ് ഞങ്ങൾ ആൻസർ നോക്കുന്നത്. അപ്പോൾ ഓരോ ഉത്തരത്തിനും കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, മാത്തമാറ്റിക്സ് എന്ന് വേണ്ട എല്ലാ വിഷയത്തിൻ്റെയും ഓരോ ഉത്തരത്തിനും കൃത്യതയാർന്ന വാല്യൂ പോയിൻറ്റ്സ് ഉണ്ട്. അത് നിങ്ങൾ ഇപ്പോൾ ഈ എപ്പിസോഡിൽ കൂടി അതെല്ലാം പറഞ്ഞു തരാൻ നേരമില്ല. നിങ്ങളുടെ കൺസേൺഡ് അധ്യാപകരോട് ചോദിച്ച്, സാറേ ഇതിൻ്റെ ഉത്തരം നോക്കുന്നത് എങ്ങനെയാണ് എന്ന് ഉറപ്പിച്ചാൽ, നോക്കൂ, ഒരു ഡയറി വരയ്ക്കുമ്പോൾ നമ്മുടെ ബോക്സ് നഷ്ടപ്പെടില്ല. ഒരു ഡയറി എഴുതുമ്പോൾ നമ്മളുടെ ആണ്ടുമാസം തീയതി നഷ്ടപ്പെടില്ല. ഒരു ഡയറി എഴുതുമ്പോൾ തുടക്കവും ഒടുക്കവും അത്യാവശ്യം വേണ്ടിയ സെൻറ്റൻസുകൾ നമുക്ക് നഷ്ടപ്പെടില്ല. ഇത് നിങ്ങൾ ഉറപ്പിക്കുക എന്നതാണ് നമ്പർ 1. നമ്പർ 2, പാഠ്യവസ്തുവിനോട് നിരന്തര സമ്പർക്കം. നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള ആ പാഠ്യവസ്തുവിനെ ഒരു കുഞ്ഞിനെ ലാളിക്കുന്നത് പോലെ നിങ്ങളുടെ കയ്യിലും ഹൃദയത്തിലും മനസ്സിലും സൂക്ഷിക്കുക. നിങ്ങൾ ഇന്ന് സ്കൂൾ വിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ അടുക്കളയിൽ നിങ്ങളുടെ വീട്ടിലേതല്ലാത്ത ഒരു തവി ഇരുന്നാൽ, ഒരു മൊന്ത ഇരുന്നാൽ, ഒരു കിണ്ടി ഇരുന്നാൽ ഉടൻ നിങ്ങൾ ചോദിക്കും, അമ്മച്ചി ഇത് എവിടുത്തെയാണെന്ന്. കാരണം അടുക്കളയിൽ എല്ലാ ഉപകരണങ്ങളുമായും നമുക്ക് നിരന്തര ബന്ധമുള്ളതുകൊണ്ട് ഓരോ വസ്തുവിനെയും നമുക്ക് തൊട്ടറിയാം. അതുപോലെയാവണം ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഹിന്ദിയും മലയാളവും എല്ലാം നിരന്തര സമ്പർക്കം. എന്ന് വെച്ചാൽ ഉറങ്ങാതെ, കക്കൂസി പോകാതെ, കുളിക്കാതെ, പല്ല് തേക്കാതിരുന്ന് പഠിക്കണമെന്നല്ല. അതാണ് തന്നെ ലക്ഷ്യം. ഈ പൊതുപരീക്ഷയിലെ ഏറ്റവും ഉന്നതമായ ഒരു ഗ്രേഡ് തന്നെ എനിക്ക് വാങ്ങണമെന്നുള്ള ആ ഒരു പോസിറ്റീവ് വാശി, അതോടുകൂടി ഈ പാഠ്യവസ്തുവിനെ നിരന്തരം നിങ്ങളുടെ കയ്യിൽ, ഹൃദയത്തിൽ, മനസ്സിൽ നിങ്ങൾ സൂക്ഷിക്കുക. കിട്ടുന്ന സമയത്തെല്ലാം പഠനമെന്ന പ്രക്രിയ ഭംഗിയായി നടത്തുന്ന ആ രീതിയുടെ പേരിനാണ് പാഠ്യവസ്തുവുമായുള്ള നിരന്തര സമ്പർക്കം. അടുത്തത്, ബോധ്യപ്പെട്ട് പഠിക്കണം. അറിയാൻ പാടില്ലാത്തത്, ഇനിയും മനസ്സിലാവാത്തത് അധ്യാപകരോട് ചോദിച്ച് ക്ലിയർ ചെയ്യണം. കൂട്ടുകാരോട് ചോദിച്ച് ക്ലിയർ ചെയ്യണം. റഫറൻസ് ഗ്രന്ഥങ്ങൾ, ഗൈഡല്ല, റഫറൻസ് ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ച് ക്ലിയർ ചെയ്യണം. സ്കൂൾ ലൈബ്രറിയിലടക്കം, അല്ലെങ്കിൽ അറിയാവുന്ന ആൾക്കാരെ സമീപിച്ച് സംശയ നിവാരണം നടത്തിയിട്ട് മാത്രമേ ഏതൊരു ഉത്തരത്തിനെയും നിങ്ങൾ കൃത്യമായി എഴുതാൻ തയ്യാറാകാവൂ. അപ്പോൾ ഇനിയും ഒരു ഉത്തരത്തിലും, ഒരു കാര്യത്തിലും, ഒരു പാഠ്യവസ്തുവിലും നിങ്ങൾക്ക് സംശയം ബാക്കി കിടക്കാൻ പാടില്ല. അടുത്തത്, പരീക്ഷ തലേന്ന് ഭംഗിയായി ഉറങ്ങണം. ഞാൻ ആദ്യം പറഞ്ഞു 11 മണിയെങ്കിലും ആകാതെ പരീക്ഷാക്കാലത്ത് കിടക്കരുതെന്ന്. പക്ഷേ പരീക്ഷയുള്ള തിങ്കളാഴ്ച പരീക്ഷയാണെങ്കിൽ ഞായറാഴ്ച രാത്രി ഒരു 9:30 മണിക്കെങ്കിലും നിങ്ങൾ ഉറങ്ങണം. പുലർച്ചെ ഒരു 4:30 എഴുന്നേറ്റില്ലെങ്കിലും, കാരണം അത് മുമ്പ് നമ്മളെല്ലാം ഓക്കെ ആക്കി കഴിഞ്ഞു. പരീക്ഷയുടെ അന്ന് രാവിലെ ഒരു 5 മണിക്കെങ്കിലും നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ, പിന്നെ ചില പിള്ളേർക്കൊണ്ട് ഉച്ചരി നേരം പഠിച്ചിട്ട് ദിവാങ്കോട്ടെ പോയിന്ന് കിടന്നുറങ്ങും, സെറ്റിയെ കിടന്നുറങ്ങും. അത് പാടില്ല. പരീക്ഷാ ദിവസങ്ങളിലായാലും അല്ലാത്ത ദിവസങ്ങളിലായാലും രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങുന്നത് അലസൻ്റെ, ഉഴപ്പൻ്റെ, ഉത്തരവാദിത്തമില്ലാത്തവൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. പരീക്ഷ തലേന്ന് നേരത്തെ ഉറങ്ങുക. പരീക്ഷാ ദിവസങ്ങളിൽ ഉണർന്നു കഴിഞ്ഞാൽ പരീക്ഷ കഴിയുന്നതിന് ശേഷമേ പിന്നീട് ഉറക്കത്തെക്കുറിച്ച് ആലോചിക്കാവൂ. അടുത്തത്, പരീക്ഷാ ഹാളിലേക്ക് നിങ്ങൾ കയറി. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? വാല്യൂ പോയിൻറ്റ്സ് കൃത്യമായി അറിയണം. പാഠ്യവസ്തുവിനെ നിരന്തരം നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എഴുതേണ്ടതെല്ലാം, ദാറ്റ് മീൻസ് നോട്ട് എന്ന് പറയുന്ന ഈ സാധനം നിങ്ങളുടെ കൈപ്പടയിൽ തന്നെയായിരിക്കണം. നിങ്ങളുടെ കയ്യിൽ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ആരാൻ്റെ കൊച്ചിനെ എടുത്ത് തോളത്തിട്ടാൽ അത് നമ്മുടെ കൊച്ചാവില്ല. വാട്സാപ്പ് നോട്ട്, ഫോട്ടോ സ്റ്റാറ്റ്, ഗൈഡ് കട്ട് ചെയ്തത്, നോ.
നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതേണ്ട നോട്ട് നിങ്ങളുടെ കൈപ്പടയിൽ എഴുതുമ്പോൾ ആ എഴുത്ത് നിങ്ങളുടെ ഹൃദയത്തിലാണ് പതിയുന്നത്. ഇതുവരെ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ഇനിയും എഴുതി പഠിച്ച് നിങ്ങൾ പരീക്ഷയ്ക്ക് തയ്യാറാക്കിക്കോളൂ. എല്ലാ നോട്ടും സ്വന്തം കൈപ്പടയിലായിരിക്കണം. ഇനി നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് കയറിയിരിക്കുകയാണ്. കൂൾ ടൈമാണ്. എന്താണ് കൂൾ ടൈം? ചില പിള്ളേർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മണ്ട കട്ട ചെയ്ത് കളിക്കുന്ന കാണാം. ചില പിള്ളേർ മൂലയ്ക്ക് ഇട്ട് കളിക്കുന്ന കാണാം. ഇതിനല്ല കൂൾ ടൈം. കൂൾ ടൈം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ ആകെ ഒന്ന് വായിക്കുക. അതിനുശേഷം ആദ്യം ഞാൻ ഏതെഴുതണമെന്ന് നിശ്ചയിക്കുക. ഇതിലേറ്റവും നന്നായി എനിക്കറിയാവുന്ന ഉത്തരം ഏതാണ് അതാദ്യം എഴുതാം. അയ്യോ അതിൽ സംശയം, ഇതിൽ സംശയം, വരട്ടെ, സമയമുണ്ടല്ലോ. 1.5 മണിക്കൂറാണ് ഒരു ഫിസിക്സ് പരീക്ഷയ്ക്കെങ്കിൽ ആദ്യം ഞാൻ എഴുതേണ്ടത് ഏത് എന്ന് ഫിക്സ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നതാണ് കൂൾ ടൈമിൽ നമുക്ക് ചെയ്യാവുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കൂളിംഗ് ഉണ്ട്. അതാണ് കൂൾ ടൈമിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അടുത്തത് എന്താണ്? ഫസ്റ്റ് ഷീറ്റ്, ആദ്യ പേജിൽ ഒരിടത്തും വരാതിരിക്കട്ടെ, പക്ഷേ മിനിമം ഉത്തരക്കടലാസിൻ്റെ ആദ്യ പേജിലെങ്കിലും വെട്ടിത്തിരുത്തലുകൾ വരുത്തരുത്. ചില കുഞ്ഞുങ്ങൾ ആൻസർ അങ്ങോട്ട് എഴുതിയിട്ട് ഒന്നാമത്തെ ആൻസർ തന്നെ എഴുതി കഴിഞ്ഞിട്ട് ഒരുമാതിരി ആനപ്പിണ്ടത്തിൻ്റെ മണ്ടയ്ക്ക് വേടാൺ എക്സ്പ്രസ് കയറിപ്പോയതുപോലുള്ള പരുവത്തിലാണ് കുരു. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ നമ്മൾ പറയും. സാറുമാർക്ക് അങ്ങനെയൊന്നുമില്ല. കുഞ്ഞുങ്ങൾ എന്ത് ചെയ്താലും തള്ളാടം നെഞ്ചത്ത് പിള്ള ചവിട്ടിയാൽ തള്ളയ്ക്ക് വിഷമമൊന്നുമില്ലല്ലോ. അതുപോലെ സാറുമാരുടെയും സമീപനം. പക്ഷേ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. A+ അല്ലേ നമ്മുടെ എയിം. അതുകൊണ്ട് ഉത്തരക്കടലാസിൻ്റെ ഒന്നാം പുറത്തെങ്കിലും ഈ കരികുരി ഗുണനക്രിയ ആ പരിപാടി ഒന്ന് ഒഴിവാക്കാൻ വളരെ ജാഗ്രതയോടെ ശ്രദ്ധിക്കുക. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഫിസിക്സ് കഴിഞ്ഞല്ലോ, കഴിഞ്ഞു. ഇന്ന് ഹിന്ദി കഴിഞ്ഞല്ലോ, കഴിഞ്ഞു. ഇന്ന് കൊമേഴ്സ് കഴിഞ്ഞല്ലോ, കഴിഞ്ഞു. കഴിഞ്ഞ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെച്ച് പോസ്റ്റ്മോർട്ടം നടത്തുന്നൊരു പരിപാടിയുണ്ട്. കഴിഞ്ഞ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ 4ആയി മടക്കി എവിടെയാണോ സുരക്ഷിതമായിട്ട് വെക്കാൻ കഴിയുന്നത് അവിടെ വെക്കുക. അടുത്ത ദിവസത്തെ തയ്യാറെടുപ്പുകൾ തുടങ്ങുക. പിന്നെന്താണ്? ഉത്തരങ്ങൾ കൂട്ടിയിടിക്കരുത്. ചില കുഞ്ഞുങ്ങൾ നന്നായിട്ട് എഴുതും, ഒരുപാട് അഡീഷണൽ ഷീറ്റുകൾ വാങ്ങിച്ചെഴുതും. പക്ഷേ കൂട്ടിയിടിക്കരുത്. ഒരു ഉത്തരം എഴുതി കഴിഞ്ഞാൽ ഒന്നുകിൽ സ്കെയിൽ കൊണ്ട് അതിനൊരു ക്ലോസിങ് കൊടുക്കുക, അല്ലെങ്കിൽ ഓരോ ഉത്തരവും തമ്മിൽ ഒരു 3 ലൈനിൻ്റെയെങ്കിലും ഗ്യാപ്പ് ഇട്ടെഴുതുക. അത് വളരെ ശ്രദ്ധിക്കുക. കാരണം ഒരു പരീക്ഷാ പേപ്പറിൻ്റെ കെട്ടിനും മട്ടിനും വൃത്തിക്കും ഭംഗിക്കും വലിയ പ്രാധാന്യമുണ്ട് പേപ്പർ നോക്കുമ്പോൾ. 20ാമത്തെ പോയിൻ്റാണ്, പരീക്ഷയെല്ലാം എഴുതിക്കഴിഞ്ഞ് 5 മിനിറ്റിന് മുമ്പ് ഇത് പേപ്പറുകൾ കൂട്ടിക്കെട്ടാനുള്ള ഒരു ബെല്ല് കിട്ടും. അതിനു മുമ്പ് തന്നെ പേപ്പർ കൂട്ടിക്കെട്ടിയാൽ നന്ന്. എന്തായാലും ശരി, പേപ്പർ കെട്ടിയാലും കെട്ടിയില്ലെങ്കിലും ശരി, ആ പരീക്ഷ അവസാനിക്കുന്നതിന് മുമ്പ് ക്വസ്റ്റ്യൻ നമ്പറുകളെല്ലാം ഒന്നുകൂടി കൃത്യമായി നോക്കണം. ഈ 3-4 വർഷമായിട്ട് ഗൾഫിൽ കഴിയുന്ന ഭർത്താവർ, ചില ഭാര്യമാർ കത്തെഴുതി. ഇപ്പോൾ ഇവന് വാട്സാപ്പൊക്കെ ആണെങ്കിലും പണ്ടൊക്കെ ഇങ്ങനെ കത്തെഴുതുമ്പോൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചേട്ടന് എന്ന് എഴുതാൻ വിചാരിക്കും, പക്ഷെ എഴുതാൻ മറന്നുപോകും. ഹൃദയത്തിലുണ്ട്, സാധനം വന്നില്ല എന്ന് പറഞ്ഞ പോലാണ് ചില പിള്ളേർ ക്വസ്റ്റ്യൻ നമ്പർ ഇടുന്ന കാര്യത്തിൽ. ഈ അറിയാവുന്ന ഉത്തരം എഴുതുമ്പോൾ കജാന്ന് ഉത്തരം അങ്ങ് എഴുതും, പക്ഷേ ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ വിട്ടുപോകും. അപ്പം ഞങ്ങൾ ഏത് നോക്കും? ഇത് ഏത് ക്വസ്റ്റ്യൻ ആൻസറാണ് അറിയില്ല. അതുകൊണ്ട് ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റാണോ, ആ ചോദ്യത്തിൻ്റെ കറക്റ്റ് നമ്പറാണോ ഞാൻ ഇട്ടിരിക്കുന്നത് എന്ന് കൃത്യമായി പരിശോധിക്കുക. ഇങ്ങനെ 1ാം പാർട്ടിൽ പേപ്പറിനോട് പരീക്ഷയോടുള്ള ഭക്തി മുതൽ 10 കാര്യങ്ങളെങ്കിൽ ഇവിടെ 10 കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. വാല്യൂ പോയിൻറ്റ്സ്, ഓരോ ഉത്തരത്തിൻ്റെയും വാല്യൂ പോയിൻറ്റ്സ് കൃത്യമായി അറിയുക. പാഠ്യവസ്തുവിനെ താഴത്ത് വെക്കാതെ കൊണ്ട് നടക്കുക. നോട്ടുകൾ കൃത്യമായും സ്വന്തം കൈപ്പടയിലായിരിക്കുക. കാര്യങ്ങൾ, സംശയങ്ങൾ തീർത്ത് തന്നെ മനസ്സിലാക്കുക. പരീക്ഷാ തലേന്ന് നന്നായി ഉറങ്ങണം. ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ പകൽ ഉറങ്ങരുത്. കൂൾ ടൈം നന്നായി പ്രയോജനപ്പെടുത്തുക. ആദ്യ പേജിൽ വെട്ടിത്തിരുത്തലുകൾ വരുത്താതെ മനഃപൂർവ്വം ശ്രദ്ധിക്കുക. പരീക്ഷ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് തൽക്കാലം ഒരു പോസ്റ്റ്മോർട്ടവും നടത്താതിരിക്കുക. ഉത്തരങ്ങൾ തമ്മിൽ കൃത്യമായ അകലമുണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റാണോ എന്ന് കൃത്യമായി പരിശോധിക്കുക. ഇത്രയൊക്കെ ഉള്ളൂ പരീക്ഷ. ഞങ്ങൾ സാറുമാർ നോക്കുന്നത് നിങ്ങൾക്ക് എന്തറിയില്ല എന്നല്ല, നിങ്ങൾ എഴുതിയിരിക്കുന്ന ആൻസർ ഷീറ്റിൽ നിങ്ങൾക്കറിയാവുന്നത് നിങ്ങൾ എങ്ങനെ എഴുതിയിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, പരീക്ഷ നമ്മുടെ ജീവിതത്തിൻ്റെ അതിജീവനത്തിനും ഉപജീവനത്തിനും, ലൈവ്ലിഹുഡ് ആൻഡ് സർവൈവൽ, ഈ പൊതുസമൂഹത്തിൽ നമുക്ക് അന്നം തേടി മുൻപോട്ട് പോകുന്നതിനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ അതിനെ അതിജീവിക്കുന്നതിനും പരീക്ഷ അനിവാര്യമാണ്.
അതിന് ഈസിയായ, ഇപ്പോൾ ഞാൻ ഇനി ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്, പക്ഷേ ഒരു എപ്പിസോഡിൽ വളരെ പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഇതൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ A+ എന്ന ഔട്ട്സ്റ്റാൻഡിങ് അടയാളം തന്നെ നിങ്ങളുടെ പൊതുപരീക്ഷാ സർട്ടിഫിക്കറ്റുകളിൽ ഉറപ്പിച്ചു കിട്ടും. അത് തന്നെ സംഭവിക്കട്ടെ. ഒരു അധ്യാപകൻ്റെ ഹൃദയം ചേർത്തുള്ള ആശംസ അറിയിക്കുന്നു. നന്ദി.